സേതുവൻ ഒരു കുട്ടി കള്ളു അച്ഛനൊരാട്ടുണ്ടല്ല മച്ചാനകൾ ശബ്ദം തലവേദന ചിന്നിക്കുത്തിന് എന്തളാട ഔഷധം എന്തളാട ഔഷധം എന്താ മച്ചാൻ എന്തിട്ടത് എന്താണത് മച്ചാനൊന്നും നിർത്തി മച്ചാനത് എന്തിട്ട് ശല്യക്കാരായിട്ട് ഇത് അമ്പലമൊന്നുമില്ല എന്നിട്ട് കൊടുമ്പൂടൊന്നുമില്ല ഇത് കള്ളു ഷാപ്പാ ഒന്ന് പോറക്കാതെ എന്തിട്ട മച്ചാനത് മൊടേർക്ക പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ അവര് പിള്ളേരല്ലേ നമ്മുടെ ഷാപ്പല്ലേ വിട്ടുകളയുന്ന പ്രശ്നമൊന്നുമില്ല നോക്കാം എന്നാ മച്ചാന ഒരു പൂളിക്കളയേണ്ട സാധനമാണ് പൂളല്ല പൂതിയാക്കി കളയേണ്ടതാണ്. നമ്മ വന്നത് വേറെ സീനിയനല്ല പറ്റാണ്. ഇതില് വലിയ പിടിക്കാൻ നിൽക്കണ്ട. പോട്ടെ പോട്ടെ ഒരു ഓർമ്മ കൊണ്ടുവരുന്നട്ടോ. ടീമേ നിങ്ങളൊക്കെ ശരിക്കും ഗുണ്ടകളാണല്ലേ. മച്ചാൻ പറഞ്ഞത് കേട്ടാ, ഇങ്ങനെ ഒന്ന് തള്ളിക്കണ ഒരു കണക്കില്ലട്ടാ. നിങ്ങളുടെ പേര് കേട്ട കൊച്ചി ഫ്രീസായി പോവും. മട്ടാഞ്ചേരി ചെന്ന് ചോദിച്ചാ മതി സബാന ആരാന്നുള്ളത് കേട്ടാ. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ നടക്കും. ചുരുകാരെന്ന് അടി വാങ്ങാൻ നിക്കല്ല മച്ചാനെ, തീർപ്പുന്നുമ്മ. ഇത് ഞായറാഴ്ച ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കളി. ടീമെ കുറിച്ച് മെല്ലൊക്കെ സംസാരിക്കണം. ഇന്ന് ഞായറാഴ്ചയാണ്, കച്ചവടമുള്ളതാണ്, കളയരുത് നിങ്ങള്. മച്ചാനെ തല പൊളിയുണ്ട് കേട്ടാ. സൺഡേ ഹോളിഡേ ആണെന്ന് നമുക്കറിയാം മച്ചാനെ. വല്ലാണ്ട് സീൻ വേണ്ട, നമ്മ കത്തിച്ച് കളിയോട്ടെ ഇതൊക്കെ. ഇത് നല്ല രീതിയിലൊക്കെ പോണ ഷാപ്പാണ്. നിങ്ങളായിട്ട് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സീനെ കള്ളുമ്പണ്ട് നിന്റെ ഷാപ്പ് ഓർമ്മ കൂട്ടാ. നമ്മളെ കൊച്ചിക്ക് നമ്മ ഇഷ്ടം പോലെ മീൻ തരാം. അങ്ങ് പെട്ടക്കണ മീനുണ്ട് അവിടെ വരണ്ട. പെട്ടപ്പിക്കണ മീനുണ്ട്. ഇതെന്നാ പരിപാടിയാണ്? ഷാപ്പിൽ മദ്യം കൊടുക്കണ്ട.
എന്ത് പരിപാടിയാണ് എന്നാ മച്ചാനത് മദ്യ അടുത്തടിക്കാനേ എന്തിനാ കെട്ടികളാ നിങ്ങൾ തൃശ്ശൂർക്ക് വന്നത്? തൃശ്ശൂരിൽ നിന്നൊരു മച്ചാൻ വന്ന് പെട്ടെന്ന് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് ഓണായി. അങ്ങേർക്ക് ഒരു പണി നമുക്ക് തന്നതാണ്. പണവും കള്ളക്കടത്താണ് ആളുടെ ബിസിനസ്. ചാരിറ്റിയുടെ മറവിലായ കാരണം ആർക്കും കൂട്ടാൻ പറ്റിയില്ല മച്ചാനെ. അങ്ങനെ ഏറ്റെടുത്ത പണിയാണ് നമ്മ തൃശ്ശൂർക്ക് വന്നത്. കൊന്നാലും പറയില്ല മച്ചാനെ ആരീ പടി തന്നേന്ന്. ഈ ശ്വാസം പോണം, ഈ ശ്വാസം. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചേ നിങ്ങളുടെ മരണം തീരുമാനമായിട്ടാ. സവാളല്ലേ മട്ടാഞ്ചേരിയിലെ മെയിൻ കൊണ്ടാളാ. പെൺവാണിഭവും മയക്കുമരുന്നാണ് ഇവരുടെ മെയിൻ ഹോബി. ബഹുമാരെ വരവിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് അല്ല സാറേ? എന്താ പറയാ, നല്ലത് കൊടുത്തൂല്ലേ? കൊറേ ആയി സാറേ ബഹുമാര്. ഒരുപാട് ജീവിതം നശിപ്പിച്ചവരാണ് അവർ. ഭൂമിയിൽ ജീവിക്കാൻ അറിയത്തില്ലാത്തവർ. ഇവർ മരിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. അപ്പൊ ഇവര് വന്നു കരുതല്ല, എത്തിച്ചതാണ്. എന്നാ സാർ വിട്ടോ. എനിക്ക് പരിധിയുണ്ട്, നിങ്ങക്ക് പരിധിയില്ല. എന്ത് വേണേലും കാണിക്കാം. എന്തിനും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ കാണാം. ശിവ സത്യാണ്, പിള്ളേരെ നമ്മൾ സ്പോട്ടിൽ എടുത്തോളാം. സബാന ലൈറ്റ് റെഡി. ഉമ്മനെ വിട്ടേക്ക്, ഉമ്മ ബഡ്ഡി ആയിക്കോളാം മച്ചാനെ. നിങ്ങൾ പണിയാൻ വന്ന മുതലടാ പറഞ്ഞത്. നിങ്ങളല്ലാണ്ട് അവന്റെ പിന്നാലെ പോവോ? മച്ചാനെ കിട്ടുന്നു. അത്ര സീ മച്ചാനാണ് വരണേ. എന്നാ വരട്ടെ. ഓ നിന്റെ പരിഹാസമൊക്കെ ഇങ്ങോട്ട് എപ്പോഴും കാണണം കേട്ടാ. ഉണ്ടാവും. പിള്ളേരെങ്ങനെയുണ്ട്? മുടയാണോ? കുറച്ച് ഫയറാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. കത്തിക്കേണ്ടി വരും. കൊച്ചിയിൽ വന്നിട്ട് എന്നെ തൊടാൻ പറ്റാത്ത നിനക്കൊക്കെ എന്റെ നാട്ടില് തൃശ്ശൂര് വന്നിട്ട് നിനക്കൊക്കെ എന്നെ ഉണ്ടാക്കാന്ന് വെച്ചാ തീർക്കാൻ പറ്റാത്ത സീനും നമ്മൾ എടുക്കാറില്ല മച്ചാനെ. നിന്നെ തീർത്തിരിക്കും. എന്താണ് വേറെയാണ് മച്ചാനെ. നമ്മടെ അടുത്താ, നമ്മ കൊച്ചിക്കാരുടെ അടുത്താ.
നിങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് പറഞ്ഞ തീർക്കണോ ഇനി രണ്ടിനെ കത്തിച്ചിട്ട് പോളോടാ പണിക്ക് പോകലണ്ട വിടണ്ട വിടണ്ട. നമ്മളെ തീർക്കാണ്ട് പോയിണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ തീർത്തിരിക്കും. നിങ്ങളൊക്കെ കുറുക്കന്മാരെ പോലെ കൂട്ടത്തോടെ വരും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ വാഴുന്ന കാട്ടിലെ സിംഹടാ, ഒറ്റയ്ക്ക് വന്ന് തീർത്തിട്ട് പോവും. ഇനി നിങ്ങളിവിടെ തീർത്തിട്ട് കത്തിച്ചിട്ട പോളോടാ ഞങ്ങള്. എടാ, ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിച്ച ഇനി നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല. ശിവ, കത്തിക്കാട രണ്ടിനെയും. നിന്നൊക്കെ ഞാൻ കൂടപ്പുറപ്പിനെ പോലെ കരുതിയ നിന്നൊക്കെ ഞാൻ വെറുതെ വിടാ. നിന്നെ വിട്ടോരടുത്ത് ചെന്ന് പറഞ്ഞേക്കട്ടാ, രണ്ടത്തിനും തീർത്തുന്ന്. പോടാ. നിങ്ങളായിട്ടിനൊന്നിനില്ല, ഞങ്ങൾ അവരോട് പറഞ്ഞോളാം.